കോഴിക്കോട് തൊട്ടിൽപ്പാലം ജനവാസ മേഖലയിൽ ഇറങ്ങി ആളുകളെ ആക്രമിച്ച കുട്ടിയാനയെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള വനം വകുപ്പ് ദൗത്യ സംഘം ആനയെ കണ്ടെത്തി മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള തീവ്ര ശ്രമത്തിലാണ്. രതീഷ് വാസുദേവനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രതീഷ്, ഈ കുട്ടിയാന ഭീതി വിതച്ചത് എപ്പോഴാണ്? അവിടെ അതിനെ തെരഞ്ഞിട്ടും കാണുന്നില്ല എന്ന് വെച്ചാൽ അത് വനത്തിലേക്ക് കയറിപ്പോയിട്ടുണ്ടാവില്ലേ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ചൂരണി പ്രദേശത്താണ്. വലിയ ഉയർന്ന മലയാണ്. ഇവിടെയൊക്കെ തന്നെ ജനവാസ കേന്ദ്രങ്ങളുണ്ട്. ഈ റബ്ബർ തോട്ടങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ്. ഇതിൻ്റെ മുകളിൽ ഈ ജനവാസ കേന്ദ്രത്തോട് ചേർന്നാണ് വനപ്രദേശമൊക്കെ ഉള്ളത്. പക്ഷേ ഈ കുട്ടിയാന ഒരാഴ്ചയായി ഈ ജനവാസ പ്രദേശങ്ങളിൽ ആണ് ഉള്ളത്. ഇതിൻ്റെ തള്ളയാന അടുത്തിടെ ചെരിഞ്ഞു. അതിനുശേഷം ഈ പ്രദേശങ്ങളിലാണ് ഇത് ചുറ്റിക്കറങ്ങുന്നതെന്നാണ് വനംവകുപ്പ് നൽകുന്ന സൂചനകൾ. എന്തായാലും നാട്ടുകാർ ഈ കുട്ടിയാനയുടെ വരവ് പ്രതീക്ഷിച്ച് വലിയ ആശങ്കയോടെയാണ് വീടുകളിൽ കഴിയുന്നത്. കാരണം വലിയ ആക്രമണ സ്വഭാവം കാണിക്കുന്നു ഈ കുട്ടിയാന എന്നതാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. വലിയ ആനയായാൽ ആളുകൾ അതിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ കുട്ടിയാന ആയതുകൊണ്ട് തന്നെ ചെറിയ പൊന്തക്കാടുകളിലും മറ്റും ഇത് നിന്ന് കഴിഞ്ഞാൽ കാണില്ല. അതുകൊണ്ട് തന്നെ നടന്നു പോകുമ്പോഴൊക്കെ തന്നെയാണ് ഇത് ആളുകളെ ആക്രമിക്കാൻ നേരിട്ട് ഓടി വരുന്നത്. ചെറിയ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ വലിയ ആശങ്കയോടെയാണ്. അതുകൊണ്ട് ഈ പ്രദേശത്തെ ആളുകളുടെ ഒരു സാമാന്യ ജീവിതം ഇപ്പോൾ ഒരാഴ്ചയായിട്ട് തടസ്സപ്പെട്ട അവസ്ഥയാണ്. ക്ഷീരകർഷകരുണ്ട്, അതുപോലെ തന്നെ റബ്ബർ തൊഴിലാളികൾ, ടാപ്പ് തൊഴിലാളികളെ ആളുകളുണ്ട്. ഇവരുടെയൊക്കെ സാധാരണ ജീവിതം പോലും തടസ്സപ്പെടുന്ന രീതിയിലാണ് ഈ കുട്ടിയാനയുടെ വിളയാട്ടമുള്ളത്. എന്തായാലും ഇന്ന് അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. മയക്കുവെടി വെക്കുന്നതിനുള്ള എല്ലാ നടപടിയും സ്വീകരിച്ചു. പക്ഷേ മഴയായതിനാൽ ഡ്രോൺ ഉപയോഗിച്ച് ഈ കുട്ടിയാനയുടെ സാന്നിധ്യം കണ്ടെത്താനുള്ള ശ്രമം പലപ്പോഴും പാഴാകുകയാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി മഴ തോർന്നാൽ മാത്രമേ അത്തരത്തിലൂടെ പരിശോധന നടക്കുകയുള്ളൂ. വലിയ തരത്തിൽ തോട്ടങ്ങളിലാണ് ഈ കുട്ടിയാന ആയതുകൊണ്ട് തന്നെ കണ്ടെത്താനുള്ള വലിയ പ്രയാസമുണ്ട്. കണ്ടെത്തിയാൽ തന്നെ അതിനെ മയക്കുവെടി വെക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കേണ്ടതുണ്ട്. കാരണം മയക്കുവെടി വെച്ചാൽ ഉടൻ തന്നെ പ്രത്യക്ഷ ഔഷധം നൽകണം. അതിനുശേഷം വളരെ പൊടുന്നതിന് തന്നെ അതിനെ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. അങ്ങനെയുള്ള സാഹചര്യമുള്ള ഇടത്ത് വെച്ച് വേണം മയക്കുവെടി വയ്ക്കാൻ. അതും നോക്കേണ്ടതുണ്ട്. അത്തരം സാഹചര്യങ്ങൾ പരിശോധിച്ചാണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടത്തുന്നത്. എന്തായാലും ഇതിനെ ലൊക്കേറ്റ് ചെയ്ത ശേഷമായിരിക്കും ഇത്തരം മയക്കു വിദഗ്ധരാൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തുകയും മയക്കുവെടി വയ്ക്കുകയും ചെയ്യുന്നത്. എന്തായാലും 2 സംഘങ്ങളായി ചൂരണി, കരിങ്ങാട്, പൂതമ്പാറ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ സംഘം തെരച്ചിൽ നടത്തുന്നത്. എന്തായാലും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ വനംവകുപ്പിൻ്റെയും RRTയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നെങ്കിലും ഇതിനെ പിടികൂടാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നൊക്കെ വലിയ ആശങ്കയുണ്ട്. കനത്ത മഴയും ഇതിന് വെല്ലുവിളിയാകുന്നൊരു സാഹചര്യമാണ്. എന്നാലും ഈ പരിശോധനയും ഇതിനെ കണ്ടെത്താനുള്ള ദൗത്യവും തുടരുകയാണ്. അരുൺ സക്കറിയ, അതുപോലെ തന്നെ DFO ഷഫീഖ് അലി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ആണ് ഈ പരിശോധനയും ദൗത്യവും തുടരുന്നത്. ലക്ഷ്മി, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ